ജന്മാന്തര പാപങ്ങളെ കഴുകിക്കളയുന്ന കൊട്ടിയൂരിലെ ശയനപ്രദക്ഷിണം. സാധാരണ ക്ഷേത്രങ്ങളിലെ പ്രദക്ഷിണങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കൊട്ടിയൂരിലെ ശയനപ്രദക്ഷിണം. കിഴക്കേ നടയിലെ തിരുനെറ്റിക്കല്ലിനു മുന്നിലിരുന്ന് മഹാദേവൻ കുടികൊള്ളുന്ന മണിത്തറയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാണ് ഭക്തൻ തന്റെ കണ്ണുകൾ കെട്ടുന്നത്. ബാഹ്യലോകത്തെ കാഴ്ചകളിൽ നിന്നും പൂർണ്ണമായും വിട്ടുമാറി ഉള്ളിലെ ഈശ്വര ചൈതന്യത്തിലേക്ക് മാത്രം മനസ്സിനെ കേന്ദ്രീകരിക്കുന്നതിന്റെ പ്രതീകമാണിത്. കൊട്ടിയൂരിൽ ശയനപ്രദക്ഷിണത്തിന് പ്രത്യേകമായി ഒരു നിശ്ചിത സമയം നിബന്ധനയാക്കിയിട്ടില്ലെങ്കിലും ആയിരംകുടം അഭിഷേകം നടക്കുന്ന സമയമാണ് ഇതിന് ഏറ്റവും ഉത്തമവും അനുയോജ്യവുമായി കണക്കാക്കപ്പെടുന്നത്. മഹാദേവന്റെ സ്വയംഭൂശിലയിൽ ആയിരംകുടം തീർത്ഥം കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ ആ പവിത്രമായ തീർത്ഥജലം മുഴുവൻ ഒഴുകിയെത്തുന്നത് ഭക്തർ പ്രദക്ഷിണം വെക്കുന്ന തിരുവഞ്ചിറയിലേക്കാണ്. ഈ പുണ്യസമയത്ത് തിരുവഞ്ചിറയിൽ സാക്ഷാൽ ഗംഗാസാന്നിധ്യം അതിന്റെ പൂർണ്ണതയിൽ ജ്വലിച്ചു നിൽക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ടുതന്നെ ആ ദിവ്യതീർത്ഥം ശരീരത്തിൽ സ്പർശിച്ചു നടത്തുന്ന പ്രദക്ഷിണം അതീവ ഫലദായകമായി മാറുന്നു. കണ്ണുകെട്ടി തിരുവഞ്ചിറയിലെ തണുത്ത ജലത്തിലൂടെ ഭക്തൻ ശയനപ്രദക്ഷിണം ആരംഭിക്കുന്നു. ഈ പുണ്യവേളയിൽ കൂടിയുള്ള സഹായി ചൊല്ലിക്കൊടുക്കുന്ന ശിവമന്ത്രങ്ങൾ ഭക്തിയോടെ ഉരുവിട്ടുകൊണ്ടാണ് ശയനപ്രദക്ഷിണം ചെയ്യുന്നത്. കണ്ണുകെട്ടി പരമശിവന്റെ നാമങ്ങൾ മാത്രം നാവിന്തുമ്പിൽ ജ്വലിപ്പിച്ചു നടത്തുന്ന ഈ ജലപ്രദക്ഷിണം ഭക്തന്റെ ജന്മാന്തര പാപങ്ങളെ മുഴുവൻ ദഹിപ്പിച്ചു കളയുമെന്നാണ് വിശ്വാസം. പ്രദക്ഷിണം പൂർത്തിയാക്കി വീണ്ടും തിരുനെറ്റിക്കല്ലിന്റെ മുന്നിൽ തിരിച്ചെത്തിയ ശേഷമേ കണ്ണിലെ കെട്ടഴിക്കാറുള്ളൂ. കെട്ടഴിച്ചു കണ്ണ് തുറക്കുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച പെരുമാൾ കുടികൊള്ളുന്ന മണിത്തറ തന്നെയായിരിക്കണം എന്ന നിർബന്ധം ഭക്തനുണ്ട്. ചുരുക്കത്തിൽ ദേവനെ നോക്കി കണ്ടെക്കുന്ന ഭക്തൻ വീണ്ടും കണ്ണ് തുറക്കുന്നതിന് മുൻപായി തിരുവഞ്ചിറയിലെ ശയനപ്രദക്ഷിണം പൂർത്തിയാക്കി പാപവിമുക്തനായി മാറുന്നു. ഐതിഹ്യവും തത്വചിന്തയും. മഹാദേവന്റെ മഹാകോപത്തിൽ അറുത്തുമാറ്റപ്പെട്ട ദക്ഷന്റെ ശിരസ് രുതിരപ്പുഴയിലൂടെ ചോരപ്പുഴ പ്രദക്ഷിണമായി ഒഴുകി നീങ്ങിയെന്നും അതോടെ ദക്ഷന്റെ ഉള്ളിലെ അഹംഭാവം പൂർണ്ണമായും ഇല്ലാതായി അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചെന്നുമാണ് പുരാവൃത്തം. അന്ന് ചോരൊഴുകിയ ആ യാഗഭൂമിയാണ് ഇന്ന് ഭക്തരുടെ കണ്ണീരും പ്രാർത്ഥനയും വീണു പവിത്രമായ തിരുവഞ്ചിറയായി അറിയപ്പെടുന്നത്. ദക്ഷന്റെ ശിരസ് രുതിരപ്പുഴയെ വലം വെച്ചതുപോലെ ഭക്തൻ തിരുവഞ്ചിറയിലെ വെള്ളത്തിൽ കിടന്ന് ശയനപ്രദക്ഷിണം ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിലെ ഞാൻ എന്ന ഭാവം അഹംഭാവം പൂർണ്ണമായി നശിക്കുന്നു. ഈ പുണ്യതീർത്ഥത്തിൽ മുങ്ങിനിവർന്നു വരുന്നത് അഹംഭാവമെല്ലാം കഴുകിക്കളഞ്ഞ് ആത്മീയമായ പുതുജന്മം പ്രാപിച്ച